തെലുങ്കുദേശം പാർട്ടി ആന്ധ്രയിൽ ഭരണം പിടിച്ചപ്പോൾ വലിയ പ്രതീക്ഷയിലായിരുന്നു വോട്ടർമാർ. നിയമസഭയിൽ വമ്പൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചതിനൊപ്പം തന്നെ 12 എംപിമാരെ ലോക്സഭയിൽ എത്തിക്കാനും ചന്ദ്രബാബു നായിഡുവിന്റെ പാർട്ടിക്ക് സാധിച്ചിരുന്നു. അപ്രതീക്ഷിതമായി എൻഡിഎ മുന്നണിയിൽ സൂപ്പർ പവർ കൈവന്നതിന്റെ ഗുണവശം കൂടി ആന്ധ്രയ്ക്ക് കിട്ടുമെന്ന് കരുതിയ ജനങ്ങളെ വിഡ്ഢികളാക്കുകയായിരുന്നു TDP. ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി വേണമെന്ന് TDP അടക്കമുള്ള പാർട്ടികൾ വർഷങ്ങളായിട്ട് ആവശ്യപ്പെടുന്ന കാര്യമാണ്. കേന്ദ്ര സർക്കാരിൽ നിർണായക പദവി കൂടി എത്തിയതോടെ ആവശ്യം എത്രയും വേഗം നടപ്പിലാക്കുമെന്നും കണക്ക് കൂട്ടിയ ജനങ്ങളെ മണ്ടന്മാരാക്കാൻ സാധിച്ചിരിക്കുകയാണ് TDPക്ക്. കഴിഞ്ഞ ദിവസം ചേർന്ന സംയുക്ത പാർട്ടിയുടെ യോഗത്തിൽ വായിൽ പഴം തിരികിയിരുന്ന TDP എംപിമാർ പ്രത്യേക പദവി എന്ന ആവശ്യം ഉന്നയിക്കാതെയാണ് ഇറങ്ങിപ്പോയത്. ഇതോടെ വോട്ടർമാർ കലിപ്പിലാവുകയാണ്. കേന്ദ്ര സർക്കാർ അധികാരം ഏറ്റെടുത്തിട്ട് വർഷം 1 കഴിഞ്ഞെങ്കിലും നാളിതുവരെയായിട്ട് ചില പാക്കേജുകൾ മാത്രമാണ് ആന്ധ്രയെ തേടിയെത്തിയത്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കവേ നിതീഷ് കുമാറിനും ബീഹാറിനും പാലും തേനും നൽകുവാനുള്ള ഓട്ടത്തിൽ ആന്ധ്രയെ BJP മറന്നുപോയി എന്ന പരിഭവം ഇപ്പോൾ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന് വരെയുണ്ട്. കേന്ദ്ര സർക്കാരിലെ മന്ത്രിമാരെ കണ്ട പരിഭവം പറയാൻ ചന്ദ്രബാബു നായിഡു ഡൽഹിയിൽ തമ്പടിച്ചിരിക്കുകയാണ്. വെള്ളിയാഴ്ച ഡൽഹിയിലെത്തിയ നായിഡു ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനെ കണ്ട സാമ്പത്തികമായി ആന്ധ്രയുടെ ഗതികേട് വിവരിക്കും. പിന്നാലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായിട്ട് ശനിയാഴ്ച കണ്ട ചില പ്രതിരോധ സ്ഥാപനങ്ങൾ ആന്ധ്രയ്ക്ക് അനുവദിക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അമിത്ഷായെയും കാണാതെയാണ് നായിഡു ഞായറാഴ്ച തിരിച്ച് ആന്ധ്രയ്ക്ക് മടങ്ങുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. വൈകാതെ ഡൽഹിയിൽ തിരിച്ചെത്തിയ മോദിയെ നേരിട്ട് കണ്ട് ആന്ധ്രയുടെ ചില ആവശ്യങ്ങൾ അറിയിക്കുവാനും നായിഡു പദ്ധതിയിടുന്നുണ്ട്. നീതി ആയോഗിന്റെ ഉന്നതതല യോഗത്തിലും മുഖ്യമന്ത്രി നായിഡു പങ്കെടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. സാമൂഹിക സാമ്പത്തിക അവസ്ഥ കണക്കിലെടുത്ത് ആന്ധ്രാപ്രദേശിനെ പ്രത്യേക പദവിയിൽ ഉൾപ്പെടുത്തണമെന്നും ഉയർന്ന ശതമാനം ഗ്രാന്റുകൾ നൽകണമെന്നുമാണ് നേരത്തെ മുതൽക്കേ TDP ആവശ്യപ്പെട്ടിരുന്നത്. ദീർഘകാലമായി കേന്ദ്രത്തോട് ഇക്കാര്യം ആന്ധ്രയിലെ പാർട്ടികൾ ആവശ്യപ്പെടുകയും ചെയ്തതാണ്. സമാന സാമൂഹ്യ സാഹചര്യങ്ങൾ മറ്റ് പല സംസ്ഥാനങ്ങളിലും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ആന്ധ്രയ്ക്ക് മാത്രമായി പ്രത്യേക പദവി നൽകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചതോടെ TDP വലിയ പ്രതിസന്ധിയിലേക്ക് വഴിമാറി. 1969 5ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശകളോടെ അടിസ്ഥാനത്തിലായിരുന്നു പ്രത്യേക വിഭാഗ പദ്ധതി നിലവിൽ വന്നത്. ഭൂമിശാസ്ത്രപരമോ സാമൂഹ്യപരമോ സാമ്പത്തികപരമോ ആയ അടിസ്ഥാനത്തിൽ പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളെ മറ്റ് വികസിത ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് തുല്യമായി അവരുടെ സ്ഥാനം മെച്ചപ്പെടുത്താൻ സഹായിക്കുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം. നേരത്തെ ജമ്മു കാശ്മീർ, അസം, നാഗാലാൻഡ് എന്നീ സംസ്ഥാനങ്ങൾക്ക് ഇവരുടെ സാമ്പത്തിക വികസനം ലക്ഷ്യമിട്ട പ്രത്യേക പദവി നൽകിയിരുന്നു. പിന്നാലെ അരുണാചൽ പ്രദേശ്, ഹിമാചൽ പ്രദേശ്, മണിപ്പൂർ, മേഘാലയ, മിസോറാം, സിക്കിം, ത്രിപുര, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങൾ കൂടി പദവി നൽകി. അങ്ങനെ 28 സംസ്ഥാനങ്ങളിൽ 11 സംസ്ഥാനത്തിനും പ്രത്യേക വിഭാഗ പദവിയുണ്ട്. ഏകീകൃത ആന്ധ്രാപ്രദേശിനെ 2 സംസ്ഥാനങ്ങളെ വിഭജിച്ച ആന്ധ്രാപ്രദേശ് പുനഃസംഘടനയ്ക്ക് തൊട്ടു പിന്നാലെ ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്ത് 5 വർഷത്തേക്ക് പ്രത്യേക പദവി നൽകാമെന്ന് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് രാജ്യസഭയിൽ നടന്ന ഒരു ചർച്ചയിൽ പറഞ്ഞിരുന്നു. ഇതിനെ BJP നേതാവ് വെങ്കയ്യ നായിഡു അഭിനന്ദിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തതാണ്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ NDA സർക്കാർ ഭരണത്തിലെത്തിയതോടെ ഈ ആവശ്യം തഴയപ്പെടുകയായിരുന്നു. BJP അവഗണനയിൽ പ്രതിഷേധിച്ച് കേന്ദ്ര സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കണമെന്നും TDPയിലെ ചില ഉന്നത നേതാക്കൾ ചന്ദ്രബാബു നായിഡുവിനോട് ആവശ്യപ്പെട്ടതായുള്ള റിപ്പോർട്ടുകളും ആന്ധ്രയിൽ നിന്നും പുറത്തുവരുന്നുണ്ട്.